എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നക്ഷത്ര ദോഷങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അത് മകീരം വരെയുള്ള നക്ഷത്രമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ തിരുവാതിര മുതലുള്ള നക്ഷത്രങ്ങളുടെ ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് പറയുന്നത്. അപ്പം തിരുവാതിര നക്ഷത്രക്കാർക്ക് സൂര്യൻ, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർ ഗ്രഹദോഷ പരിഹാര കർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ നാഗക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യണം. തിരുവാതിര, ജ്യോതി, ചതയ എന്നീ നാളുകളിൽ രാഹുപ്രീതി പൂജകൾ നടത്തണം. പൂയം, മക, ഉത്രം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ തിരുവാതിരയ്ക്ക് പ്രതികൂലങ്ങളാണ്. ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങൾ അനുകൂല നിറങ്ങളാണ്. തിരുവാതിരക്കാരുടെ ദേവത ശിവനാണ്. ശിവമന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. അപ്പം മന്ത്രം ഞാനിവിടെ ഉപദേശിക്കുകയാണ്. ഓം രുദ്രായ നമഃ എന്നാണ്. അടുത്തത് പുണർദം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. ബുധ, ശുക്ര, ചന്ദ്ര ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പൂരുരുട്ടാതി, പുണർദം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ശുഭപ്രദമാണ്. പുണർദവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും വേണം. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ആണ് പ്രധാനമായും ദർശനം നടത്തേണ്ടത്. ആയില്യം, പൂരം, അത്തം, അവിട്ടം എന്നീ നാളുകൾ പ്രതികൂലമാണ്. മഞ്ഞ, ക്രീം എന്നീ നിറങ്ങളാണ് പുണർദം നാളുകാർക്ക് അനുകൂലം. മന്ത്രം ദേവത അതിഥിയാണ്. അപ്പം മന്ത്രം ഓം അതിഥയേ നമഃ എന്നാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. കേതു, ചൊവ്വ, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അനിഴം, ഉത്രട്ടാതി, പൂയം നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ശനിയെ പ്രീതിപ്പെടുത്തണം. ശനിയും പൂയവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ആരാധനയും പൂജയും നടത്തുന്നത് ശുഭപ്രദമായിരിക്കും. മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നത് ഈ നാളുകാർക്ക് വളരെ ഐശ്വര്യപ്രദമായി കാണുന്നുണ്ട്. ശനിയാഴ്ച തോറും അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ഉത്തമമാണ്. മകം, ഉത്രം, ചിത്തിര, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ്. നീല, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ ദേവൻ ബൃഹസ്പതിയാണ്. ബൃഹസ്പതി മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. അപ്പം ബൃഹസ്പതിയുടെ മന്ത്രം ഞാനിവിടെ പറയുന്നു. ഓം ബൃഹസ്പതി നമഃ ഇതാണ്. അടുത്തത് ആയില്യമാണ്. ആയില്യ നക്ഷത്രക്കാർ ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. കേട്ട, ആയില്യം, രേവതി നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ബുധനാഴ്ച വ്രതവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആയില്യവും ബുധനും വരുന്ന ദിനം പ്രത്യേക പൂജകൾ നടത്തണം. പൂരം, അത്തം, ചോതി, പൂരുരുട്ടാതി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഈ ആയില്യം നാളുകാർക്ക് ശുഭപ്രദമാണ്, അനുകൂലമാണ്. ആയില്യത്തിൻ്റെ ദേവത സർപ്പമാണ്. സർപ്പമന്ത്രം നിത്യവും ജപിക്കണം. ഞാനിവിടെ മന്ത്രം പറയുന്നു. ഓം സർപ്പേഭ്യോ നമഃ എന്നാണ്. അടുത്തത് മകം ആണ്. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മകം, മൂലം, അശ്വതി നക്ഷത്രങ്ങളിൽ പതിവായി ക്ഷേത്ര ദർശനം നടത്തുക. ജന്മനക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഞായറാഴ്ചയും മകവും വരുന്ന ദിവസങ്ങളിൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഉത്രം, ചിത്തിര, വിശാഖം, രേവതി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചുവപ്പാണ് അനുകൂല നിറം. മകൻ നക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണ്. ആയതിനാൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. അപ്പം മന്ത്രം ഇതാണ്. ഓം പിതൃഭ്യോ നമഃ ഇതാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം
രാഹു, ശനി, ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ ചെയ്തു കൊള്ളണം. പൂരവും വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തണം. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും യക്ഷിക്ക് വഴിപാട് നടത്തുന്നതും വളരെ ഫലപ്രദമാണ്. പൂരവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിനം ആദിത്യ പൂജ നടത്തുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ശിവക്ഷേത്ര ദർശനവും നടത്തണം. അപ്പം ജന്മനാളുകളിൽ പതിവായി ലക്ഷ്മി പൂജ നടത്തിയാൽ അതീവ സിദ്ധിയുണ്ടാവും. അത്തം, ചോതി, അനിഴം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. ചുവപ്പ്, വെള്ള, ഇളം നീല എന്നീ നിറങ്ങൾ അനുകൂല നിറങ്ങളാണ്. പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. അപ്പോൾ മന്ത്രം ഓം ആര്യംണേ നമഃ എന്നാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞായറും ഉത്രവും വരുന്ന ദിവസങ്ങൾ ആദിത്യനെ ഭജിക്കുക, നിത്യേന ഭാഗവതം പാരായണം ചെയ്യുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാകുന്നു. ഉത്രാടം, കാർത്തിക നക്ഷത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തുന്നത് വളരെ ഉത്തമമാണ്. നിത്യവും രാവിലെ ആദിത്യനെ ഭജിച്ചുകൊണ്ട് വെയിൽ ഏൽക്കുന്നതും ഉത്രം നക്ഷത്രക്കാർക്ക് ദോഷപരിഹാര മാർഗമായി കാണുന്നുണ്ട്. ചിത്തിര, വിശാഖം, കേട്ട, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. ചുവപ്പ്, പച്ച, കാവി എന്നിവയാണ് ഉത്രം നക്ഷത്രക്കാരുടെ അനുകൂല നിറങ്ങൾ. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനാണ്. അപ്പം ഭഗമന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. മന്ത്രം ഞാനിവിടെ പറയുന്നു. ഓം ഭഗായ നമഃ. അപ്പം ഇത്രയും നക്ഷത്രത്തിൻ്റെ ഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞത്. അടുത്തത് അത്തം മുതലുള്ള നക്ഷത്രത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.